അറിഞ്ഞോ നിങ്ങളോട് 10 പേര് പഠിച്ചൊരു ചേട്ടൻ വന്നിരിക്കുന്ന കനകന്റെ അടുത്ത് അപ്പൊ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞല്ലോ. ഭായിലേക്ക് നമുക്ക് നോക്കി കണ്ടിട്ട് വരാം. എന്തിന്? ഒന്നിച്ച് പഠിച്ചതല്ലേ നിങ്ങള്? സുഖമില്ലാതെ ഒരാളെ എങ്ങനെയാണ് അങ്ങോട്ട് പോയി കാണണേ? ആ സാരമില്ല, ഞാൻ പിടിച്ചോളാം. അല്ല, നിന്റെ കയ്യിൽ ഞാൻ നിൽക്കില്ല, ഞാൻ ചിലപ്പോ വീടും കാലിന് ബലമില്ല എന്റെ. അയ്യേ, മോശമാണ് ക്ലീറ്റോ ഒരാള് വീട്ടിൽ വന്നിട്ട് കാണാതിരിക്കുന്നത്. എന്തോടി ഇത്ര മോശം? സുഖമില്ലാതെ കിടക്കുന്ന ഒരാള് അങ്ങനെ എങ്ങനെ എഴുന്നേറ്റ് പോകും? ഇതെന്തോന്ന് അസുഖം? ഇത്ര നേരം ഇല്ലാതിരുന്നൊരു അസുഖം? എന്റെ വയ്യായി എനിക്കല്ലേ അറിയൂ, നിനക്കറിയില്ലല്ലോ. ക്ലീറ്റോ കളിക്കരുത്, അയാൾ ഗൾഫിലാണ്, എന്തെങ്കിലും ജോലി റെഡിയാക്കി തരും. എനിക്ക് അവന്റെ ജോലി വേണ്ട, ഇവിടെ തന്നെ എനിക്ക് ഇപ്പൊ ഇഷ്ടംപോലെ ജോലിയുണ്ട്. കാണ്ടെങ്കിൽ കാണ്ട, എന്റെ കൂടെ പഠിച്ച ആളല്ലല്ലോ. ക്ലീറ്റസിന് എങ്ങനെയുണ്ട്? അയ്യോ, തീരെ വയ്യ, കിടക്കുവാ ക്ലീറ്റോ. എപ്പോഴാ പൊങ്ങിയത്? എന്ത്? ചിക്കൻ ബോക്സ്. ക്ലീറ്റോന് ചിക്കൻ ബോക്സ് ഇല്ല. എന്നോട് കള്ളം പറയൊന്നും വേണ്ട, എനിക്ക് കഴിഞ്ഞ വർഷം ചിക്കൻ ബോക്സ് വന്നതാ, അതുകൊണ്ട് ഇനി പടരത്തില്ല. അല്ല, ക്ലീറ്റോന് ചിക്കൻ ബോക്സ് അല്ല. ചുമ്മാ കള്ളം പറയല്ലേ. അയ്യോ, തല കറങ്ങി കിടക്കണതാ. എന്നിട്ട് കനകൻ എങ്ങനെയല്ലോ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ചിക്കൻ ബോക്സ് ആന്ന് പറഞ്ഞു. വാ ചേട്ടൻ, വാ, അവിടെ കിടക്കുന്ന. അവൻ പോയോടി? പോയാ? പിന്നെ എന്നോട് ക്ഷമിക്കണം, അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയ അപരാധമാണ്. എന്നെ ഉപദ്രവിക്കരുത്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഇവിടെ എന്താ വെച്ചാ? ഇവളുടെ ഭർത്താവ് ഞാനാ. അത് ശരി, നിന്നെ ഞാനിങ്ങനെ തിരക്കി നടക്കുകയായിരുന്നു. സത്യത്തിലും ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എന്നോട് പൊറുക്കൂലേ നീ? എന്നെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഇത് ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ട്. എന്റെ ഭാര്യ വിധവയാക്കരുത്. എന്താ? 10ാം ക്ലാസ്സില് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അന്നവൻ കോമ്പസിന് എന്റെ കയ്യിൽ ഒരു കുത്തി വലിച്ച്. മനഃപൂർവ്വം അല്ല, അല്ല, അറിയാതെ ചെയ്തതായിരിക്കും. സത്യം. എന്നോട് ക്ഷമിക്കില്ലടാ നീ. എടാ, ഞാനേ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എത്ര കാലമായിട്ട് നിന്നെ തിരക്കി കിടക്കുന്നറിയാവോ? ഞാൻ ആദ്യം കനകനെ കാണാൻ ചെന്നു. അപ്പൊ അവൻ പറഞ്ഞു നീ ചത്തുപോയെന്ന്. ഞാനോ? അങ്ങനെ എന്തിനാ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അന്ന് നമ്മുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. നിന്റെ പേരിലുള്ളവര്. ക്ലീറ്റസ് ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അല്ല, ചവറക്കാരൻ ഒരാളില്ലായിരുന്നോ? ചവറയില് ക്ലീറ്റസ് ഇല്ലല്ലോ. ഇല്ലല്ലോ, പിന്നെ അവൻ എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ അങ്ങനെ പറയും, ഞാനും അവനായിട്ട് അത്ര ഇതല്ല. ആണോ? അവൻ നീ ചത്താന്ന് പറഞ്ഞത്? അവൻ അങ്ങനെ പറയും. അവനോട് ഭയങ്കര വിരോധമുണ്ട്. അപ്പൊ എനിക്കൊരു സങ്കടമായി പോയി. നിന്നെ ഒന്ന് കാണണമെന്ന് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. വേറെ പ്രതികാരം ചെയ്യാനൊന്നും അല്ല. അല്ല, അല്ല, നിന്നോടൊരു നന്ദി പറയാനാ. നന്ദി പറയാനാ. എടാ, അത് അന്ന് നീ എന്നെ 10ാം ക്ലാസ് വെച്ച് കുത്തിയില്ലായിരുന്നു. കുത്തി കഴിഞ്ഞപ്പോഴേ എന്റെ അച്ഛൻ പറഞ്ഞു, നാളെ പോലും നീ സ്കൂളിൽ പോകണ്ട, കണ്ടവരുടെ കുത്തു വാങ്ങിക്കാനായിട്ട്. നിന്നെ 2 വർഷം കഴിഞ്ഞ് ഞാനങ്ങ് ഗൾഫിന് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ 10-18 വയസ്സായപ്പോ ഞാൻ അന്നേ അങ്ങ് ഗൾഫിന് പോയി. അവിടെ അത്യാവശ്യം ബിസിനസ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അറിയാമോ, ഞാൻ രക്ഷപ്പെടുത്തിയ ഒരാളാ. സത്യം പറഞ്ഞ എനിക്കിപ്പോ സന്തോഷമായി. അല്ല, നിനക്ക് അവിടെ എന്താണ് പണി എന്ന് പറഞ്ഞാൽ? എനിക്ക് അവിടെ ഹോട്ടൽ ബിസിനസ് അല്ലയോ. ഇനിയാണ് എനിക്കൊന്ന് ഗൾഫ് കാണാം. നിനക്ക് ഞാൻ വിസ അയച്ചു തരാം. നീ എന്ത് പണിയാടാ കാണിച്ചത്? അഭയ, നിങ്ങൾ തമ്മിലപ്പോ പ്രശ്നമൊന്നുമില്ലേ? ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അല്ല, ഈ ക്ലീറ്റസ് നിന്റെ അളിയനാന്ന് എന്താ എന്നോട് പറയായിരുന്നത്? അല്ല, അതെ, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്തോ ഞാൻ എന്റെ അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാ. അല്ല, എന്നാലും പച്ച ജീവനത്തോടെ നിൽക്കുന്നവൻ ചത്തുപോയെന്ന് നീ എന്നോട് കള്ളം പറയണ്ടായിരുന്നു. അല്ല, ആ കോമസോടുള്ള കുത്തിനെ പ്രതികാരം തീർക്കാൻ തിരിച്ചു കുത്താൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചു. അതൊക്കെ എന്തോ കുത്ത്. യവൻ നിനക്കിട്ട് കുത്തിയല്ലേ കുത്ത്. ഞാൻ എപ്പോഴും കുത്തി. എടാ,
24 മണിക്കൂർ അവന്റെ കൂടെ നടന്നിട്ട് ഇവന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവന്റെ പെങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ? അതല്ലേ കുത്ത്, ഒരു ഒന്നൊന്നര കുത്ത്. വളരെ കറക്റ്റ്. Alien versus Alien.